A+ ട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു വിഷയം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. ഇത് റിപ്പർ ജയാനന്ദൻ കൊടും ക്രിമിനലായി ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്, ഒരു ക്രിമിനലാണ് റിപ്പർ ജയാനന്ദൻ. 7 കൊലപാതകങ്ങൾ അദ്ദേഹം നടത്തുകയുണ്ടായി. അതെല്ലാം കൊടും ക്രൂരമായ കൊലപാതകങ്ങളാണ്. മോഷണത്തിന് വേണ്ടി ചെയ്ത ഈ കൊലപാതകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട രീതിയിലേക്ക് ആ തടവ് ശിക്ഷ ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം, ഇദ്ദേഹം ജയിലിൽ വെച്ച് രചിച്ച പുസ്തകം ഒരു നോവലാണ്. പുലരി വിരിയും മുമ്പേ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകം മുൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് പ്രസാധനം ചെയ്യുകയുണ്ടായി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു അത്. കൂടാതെ പത്രക്കാരും ഉണ്ടായിരുന്നു. ആ ചടങ്ങിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഷൂട്ട് ചെയ്തത് ശരിക്കും A+ ട്യൂബ് എന്ന യൂട്യൂബ് ചാനൽ മാത്രമാണ് ഇത് യൂട്യൂബ് ചാനലിൻ്റെ നിലയിൽ ഷൂട്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇതിൽ നിങ്ങൾ കാണുന്നത് റിപ്പർ ജയാനന്ദനെ വളരെ അടുത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് 2 ദിവസത്തെ പരോൾ മാത്രമാണ് കോടതി അനുവദിച്ചത്. അത് ഈ പുസ്തകം പ്രസാധന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ്. ഈ ഫോട്ടോയിൽ നിങ്ങൾ ഇടയ്ക്കിടെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ പെൺമക്കളുമാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ അച്ഛനും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനെയും ഒരു നീല ഷർട്ടിട്ട വ്യക്തിയാണ്. അദ്ദേഹം ഒരു മുതിർന്ന പൗരനാണ്. അദ്ദേഹത്തിനെയും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ കൂടുതൽ സമയം നിങ്ങൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കേസുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനം നടത്താൻ വേണ്ടി സ്വയം ഉദ്ദേശിച്ചിറങ്ങിയ ഒരു ജേർണലിസ്റ്റിനെ കൂടെ നിങ്ങൾക്ക് കൂടുതൽ സമയം അദ്ദേഹത്തിനോടൊപ്പം കാണാം. അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി അദ്ദേഹവുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളുമാണ്. ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നത് പോലീസ് ജീപ്പിലാണ്. പോലീസാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത്. കാരണം ഇദ്ദേഹം ശരിക്കും ഒരു ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ക്രിമിനലാണ്. അതുകൊണ്ട് കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി അദ്ദേഹത്തിനെ ഇത്തരം ചടങ്ങിലൊന്നും പങ്കെടുപ്പിക്കാൻ പാടില്ല. പോലീസ് ബന്ദോബസ്തിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഈ പ്രസാധന ചടങ്ങ് പോലും വളരെ സ്ട്രിക്റ്റായിട്ടാണ് നടത്തുകയും ചെയ്തിട്ടുള്ളത്. ആ ദൃശ്യങ്ങളാണ് അദ്ദേഹം പ്രസ് ക്ലബ്ബിൽ വന്ന് അദ്ദേഹം ഈ പ്രസാധന കർമ്മം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പ്രസ് ക്ലബ്ബിലെ ഒരു റൂമിൽ ഇരിക്കുന്നതും അദ്ദേഹത്തിനോടൊപ്പമുള്ള മക്കൾ, ഭാര്യ, പിതാവ്, അദ്ദേഹത്തിൻ്റെ വെൽവിഷേഴ്സായിട്ടുള്ള കുറേ ആളുകൾ ഒക്കെയാണ് നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹം ഈ പുലരി വിരിയും മുമ്പേ എന്ന് പറയുന്ന ഈ പുസ്തകം ഒരു നോവലാണ്. ഈ നോവലാണ് പുസ്തക രൂപത്തിലാക്കിയത്. അതിനെയാണ് ഇപ്പോൾ ഇദ്ദേഹം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പും അദ്ദേഹം 2-3 കഥകളും ചില പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. എങ്കിലും പ്രധാനമായും അദ്ദേഹം എഴുതിയത് ഈ പുസ്തകമാണെന്ന് അറിയുന്നു. ഈ പുസ്തകം അദ്ദേഹം ഒരു 9ാം ക്ലാസ്സുകാരനായ ഒരാൾ ഈ പുസ്തകം എഴുതുന്നതിലേക്ക് വന്ന കഥ അദ്ദേഹം വിവരിക്കുന്നു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഈ പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിനെ ജയിലിൽ പാർപ്പിച്ചു. ജയിലിൽ പാർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇരുട്ട് മാത്രമായിരുന്നു. പാറ്റയും കൊതുകും മൂട്ടയുമൊക്കെ ഉള്ള ഒരു മുറിക്കകത്ത്, ഒരു കുടുസ് മുറിക്കകത്ത് അദ്ദേഹം പാർപ്പിക്കപ്പെട്ടു. അതിനുള്ളിൽ അദ്ദേഹത്തിന് വേറൊന്നുമില്ലാത്ത ഒരു അവസ്ഥ വന്നു. കരയാൻ മാത്രമല്ലാതെ അദ്ദേഹത്തിന് മറ്റൊരു പോംവഴിയും ഇല്ലായിരുന്നു. പക്ഷേ ജയിലിൽ അദ്ദേഹത്തിന് സെൻകുമാർ എന്ന് പറയുന്ന DGP ചുമതല ഏറ്റതിന് ശേഷം അദ്ദേഹം ഒരു കണ്ണട കൊടുത്തു, വായിക്കാൻ പുസ്തകവും കൊടുത്തു. അതിനുശേഷമാണ് അദ്ദേഹം വായനയിലേക്ക് വന്നു എന്നുള്ളതും തുടർന്ന് അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തു. ആ വായനയുടെ പ്രചോദനത്തിലാണ് സ്വന്തമായി ഒരു പുസ്തകം എഴുതാനുള്ള ആലോചന തുടങ്ങിയത്. അങ്ങനെയാണ് പുസ്തക രചന തുടങ്ങിയത്. ഇനിയും അദ്ദേഹം പുസ്തകം എഴുതാനാണ് ആഗ്രഹമെന്നും ഇതിൽ നിന്ന് കിട്ടുന്ന റോയൽറ്റി പാവപ്പെട്ടവർക്ക് കൊടുക്കാനാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറയുന്നു. പ്രസാധന ചടങ്ങിന് ഇടയ്ക്ക് പലവട്ടം അദ്ദേഹം കരഞ്ഞ ദൃശ്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ മീഡിയാസിൽ കണ്ടിട്ടുണ്ടാകാം. അദ്ദേഹത്തിൻ്റേതായ ചില കുറ്റകൃത്യങ്ങളിലേക്ക് പോയ
കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞുമൊക്കെയാണ് അദ്ദേഹം അങ്ങനെ വിലപിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ റിപ്പർ ജയാനന്ദൻ ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കണം. ആ ചരിത്രം നോക്കിയാൽ നമുക്ക് ഇദ്ദേഹത്തിനോട് അനുകമ്പ തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 7 പേരെയാണ് അദ്ദേഹം കൊന്നത്. അതിൽ ശരിക്കു പറഞ്ഞാൽ അതിൽ 3 എണ്ണത്തിന് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി എന്ന് പറയപ്പെടുന്നു. അത് പറയുന്നത് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ജേർണലിസ്റ്റ് തന്നെയാണ് വിശദീകരിച്ചത്. അദ്ദേഹത്തിനെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ 3 കേസിൽ കുറ്റവിമുക്തനാക്കി. പക്ഷേ മറ്റു കേസുകൾ നിലവിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചത്. അദ്ദേഹത്തിന് ആദ്യം വധശിക്ഷയാണ് വിധിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് അത് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട ശിക്ഷയായി അത് കുറയ്ക്കുകയാണ് ചെയ്തത്. ഈ തരത്തിൽ അദ്ദേഹം അന്ന് ഈ പ്രസാധന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്ന ചില കാര്യങ്ങളാണ്. വധശിക്ഷയ്ക്ക് വിധേയമാകുന്ന ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് കോടതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം അദ്ദേഹം പോകുമ്പോൾ ഒരു സ്ത്രീ വൃദ്ധനായ അന്ധനായ ഒരാളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നു. ഒരു കുട്ടി ആ സ്ത്രീയുടെ ഒക്കത്തിരിക്കുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകൾ പോലും ദാനം ചെയ്യണം എന്നുള്ളൊരു തീരുമാനം മനസ്സിൽ വന്നു. അതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ വധശിക്ഷ ഒഴിവാക്കിയതായുള്ള വിവരം അറിയുന്നത് എന്നൊക്കെയുള്ള ചില കഥകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന് 3 മക്കളുണ്ട്. ആ 3 മക്കൾ കാശ്മീരി, കീർത്തി, അനില എന്ന് പറയുന്ന കുട്ടികളാണ്. ഇതിൽ അനില എന്ന് പറയുന്ന ഏറ്റവും ഇളയ പെൺകുട്ടി ഇപ്പോൾ അഭിഭാഷകയാണ്, അഡ്വക്കേറ്റാണ്. ആ കുട്ടിയുടെ ശ്രമഫലമായിട്ടാണ് കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് 2 ദിവസത്തെ പരോൾ ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് വേണ്ടി അനുവദിച്ച് കിട്ടിയത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം വീണ്ടും ജയിലിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതിൽ അദ്ദേഹം ആദ്യം വായിച്ച പുസ്തകം എന്ന് പറയുന്നത് ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. DGP ആയിരുന്ന സെൻകുമാറാണ് അദ്ദേഹത്തിന് അത് കൊടുത്തതെന്നും അദ്ദേഹം പറയുന്നു. 7 കൊലപാതക കേസുകളെല്ലാം മൃഗീയമായ കൊലപാതകങ്ങളായിരുന്നു. തലയ്ക്കടിച്ചാണ് ഓരോരുത്തരെയും അദ്ദേഹം കൊലപ്പെടുത്തിയത്. ആ കൊലപ്പെടുത്തിയതിന് ശേഷം അവരിൽ നിന്നും കിട്ടാവുന്ന ആഭരണമായാലും ധനമായാലും അദ്ദേഹം മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന പതിവാണ്. അദ്ദേഹം ഒരിക്കലും മറ്റൊരാളെയും ഈ കാര്യത്തിന് വേണ്ടി, ഈ കൊലപാതകത്തിന് വേണ്ടിയും മോഷണത്തിന് വേണ്ടിയും കൂട്ടില്ലായിരുന്നു. ഒറ്റയ്ക്കാണ് അദ്ദേഹം ഈ കൃത്യമൊക്കെ ചെയ്തത്. അദ്ദേഹത്തിന് ഇതിനെ പ്രചോദിപ്പിച്ചത് സിനിമകളിൽ നിന്നുള്ള ചില വിവരങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സിനിമയിൽ നിന്നും കിട്ടിയ എങ്ങനെയാണ് ഒരാളെ കൊല്ലുക, എങ്ങനെയാണ് തെളിവ് നശിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം സിനിമയിൽ നിന്നാണ് കിട്ടിയത് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് കയ്യുറ ധരിച്ച്, സോക്സ് ധരിച്ച് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഈ മർഡർ എല്ലാം ചെയ്തിട്ടുള്ളത്. കൂടാതെ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി മണ്ണെണ്ണ സ്പ്രേ ചെയ്യുക, ഗ്യാസ് തുറന്നു വിടുക, പിന്നെ ആ കൊലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന, തലയ്ക്കടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ആയുധം അതാത് വീട്ടിൽ നിന്നോ തൊട്ടടുത്ത വീടുകളിൽ നിന്നോ കണ്ടെത്തി അത് ഉപയോഗിച്ച് കൃത്യം നടത്തിയിട്ട് അത് ഉപേക്ഷിച്ച് പോവുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും മൃഗീയം എന്ന് പറയുന്നത് ഏത് അവസ്ഥയിലായാലും ഈ തുക കിട്ടുന്നതിന് വേണ്ടി ആളുകളെ കൊല്ലുന്നതിന് യാതൊരു മടിയും ഈ റിപ്പർ ജയാനന്ദന് ഉണ്ടായിരുന്നില്ല. ഈ കയ്യിൽ അണിഞ്ഞിരുന്ന ഒരു സ്ത്രീ കയ്യിൽ അണിഞ്ഞിരുന്ന കൈവള കൈക്കലാക്കുന്നതിന് വേണ്ടി കൈ തന്നെ അദ്ദേഹം വെട്ടി മാറ്റി, കൊലപ്പെടുത്തിയ ശേഷം കൈ തന്നെ വെട്ടി മാറ്റിയാണ് ആ ഗോൾഡ് ഊരിക്കൊണ്ട് അയാൾ പോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ക്രിമിനൽ മൈൻഡ് എത്ര ഭീകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഇരട്ട കൊലപാതക കേസ് ഉൾപ്പെടെയാണ് 7 കൊലപാതകങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ടത്. ഇതുകൂടാതെ 14 കവർച്ച കേസും അദ്ദേഹത്തിൻ്റെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളെയാണ് ഇദ്ദേഹം പ്രത്യേകിച്ച് ലക്ഷ്യം വയ്ക്കുന്നത്. അവരെ തലക്കടിച്ച് കൊല്ലുക എന്നുള്ളതാണ്. 2003 ഒരു ജോസ് എന്ന വ്യക്തിയെ തലക്കടിച്ചു എന്നിട്ട് മോഷണം നടത്തി. പക്ഷേ അന്ന് ജോസ് മരണപ്പെട്ടില്ല. 2004 മാർച്ചിലാണെങ്കിൽ നബീസ, ഫൗസിയ,
നൂർജഹാൻ തുടങ്ങിയ 3 സ്ത്രീകളെ അദ്ദേഹം കുട്ടികളെ ഉൾപ്പെടെ 2 കുട്ടികളെ ഉൾപ്പെടെ അദ്ദേഹം കൊലപ്പെടുത്തുകയുണ്ടായി. അതും ഏകദേശം ഇദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് പരവൂറാണ്, എറണാകുളം ജില്ലയിലെ. അതിന് സമീപ പ്രദേശങ്ങൾ തന്നെയാണ് അദ്ദേഹം കൊലപാതകത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുക. തൃശ്ശൂരിലെ മാളയിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ആരംഭം. 2004 ഒരു സഹദേവനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും ഇദ്ദേഹം കൊലപ്പെടുത്തി. ആ ഭാര്യയെയാണ് അദ്ദേഹം കൈ വെട്ടിമാറ്റി സ്വർണം കൊണ്ടുപോയത്. 2005 ഏലിക്കുട്ടി എന്നൊരു സ്ത്രീയെ കൊലപ്പെടുത്തുകയുണ്ടായി. മാളയിലാണ് അദ്ദേഹം ഇരട്ട കൊലപാതകം നടത്തിയത്. 2006 ബേബിയെ കൊന്ന് കൈപ്പത്തി വെട്ടി മാറ്റി എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ എല്ലാ കൊലപാതകങ്ങളും വളരെ മൃഗീയമായിരുന്നു. പക്ഷേ പോലീസ് പലപ്പോഴും ഇദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. 2005 ബിവറേജസ് കോർപ്പറേഷനിലെ ഒരു സുഭാഷകനെ അദ്ദേഹം കൊലപ്പെടുത്തി. 6ാമത്തെ കൊലപാതകമായിരുന്നു അത്. അവിടെ ഈ ബിവറേജസിൽ കിട്ടുന്ന കളക്ഷൻ ഒരു അവധി ദിവസമായതുകൊണ്ട് ബാങ്കിൽ അടയ്ക്കാതെ അതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ടാകുമെന്നും അത് കൈക്കലാക്കുന്നതിന് വേണ്ടി ആ ബിവറേജസ് കോർപ്പറേഷൻ്റെ ചുമര് തുരക്കുകയും ചെയ്തപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരനായ സുഭാഷകൻ ആ ശ്രമം കണ്ടെത്തി. തുടർന്ന് സുഭാഷകനെ ഇദ്ദേഹം കൊലപ്പെടുത്തി എന്നുള്ളതുമാണ് അദ്ദേഹം പിടിക്കപ്പെടാൻ ഇടയായ കേസുകളിൽ ഒന്ന്. അന്ന് പെട്രോളിന് പോയ പോലീസാണ് ഈ രക്തത്തിൽ കുളിച്ച് കിടന്ന സുഭാഷകനെ കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ആണ് ഈ ജയാനന്ദനിലേക്ക് അന്വേഷണം വന്നെത്തുന്നത്. ഇതിന് പോലീസിന് ആദ്യം തുമ്പൊന്നും ലഭിച്ചിരുന്നില്ല. 6 കൊലപാതകങ്ങൾ നടന്നതിന് ശേഷം ആണ് പോലീസ് ഇതിലേക്ക് തന്നെ വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. CBI അന്വേഷണം പോലും വന്നിട്ടും ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മർഡർ കേസുകൾക്കുള്ള പ്രചോദനമായി മാറി എന്നുള്ളതാണ് അദ്ദേഹം തന്നെ ഏറ്റു പറയുന്നത്. 2005 പറവൂരിൽ ഇതുപോലെ അദ്ദേഹം നടത്തിയ ഒരു കൊലപാതകം നടന്നു. അന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയ്ക്ക് ഈ ക്രിമിനൽ സംഘത്തിൽപ്പെട്ട മോഷണ ശ്രമം നടത്തുന്ന ഒരു തമ്പി എന്നൊരു ക്രിമിനലുമായി പോലീസ് വളരെ തന്ത്രപൂർവ്വം ഒരു സൗഹൃദം സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ ആ സൗഹൃദത്തിൽ ഈ മദ്യപാനികളായിരിക്കുമല്ലോ മിക്കവാറും ഇത്തരം ക്രിമിനലുകൾ. തമ്പിക്ക് നന്നായി മദ്യം വാങ്ങിച്ചു കൊടുത്ത് ഫ്രണ്ട്സായി, പോലീസാണെന്നറിയാതെ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ മദ്യലഹരിയിലായിരുന്ന ഒരു സമയത്ത് പോലീസ് പതിയെ ഈ കൊലപാതകം തുടർച്ചയായിട്ടുള്ള പല സമയങ്ങളിൽ നടന്ന കൊലപാതകങ്ങളൊക്കെ ആരാകും എന്നുള്ള വിഷയത്തിലേക്ക് തമ്പിയുമായി ഒരു ചർച്ച തുടങ്ങി. അതിൽ തമ്പിയെ കൊണ്ട് പതിയെ ജയാനന്ദനാകാം ഇതിൻ്റെ പിന്നിൽ എന്നുള്ള ഒരു സൂചന പോലീസിന് അന്നത്തെ ആ മദ്യ കമ്പനിയിൽ നിന്നും ലഭിച്ചു. തുടർന്ന് പോലീസ് ഈ ജയാനന്ദനിലേക്ക് എത്തുകയായിരുന്നു. ജയാനന്ദൻ പകൽ മുഴുവൻ വീട്ടിലുണ്ടാകും, രാത്രി വീട്ടിൽ ഉണ്ടാവുകയുമില്ല. ഇതെല്ലാം മനസ്സിലാക്കിയ പോലീസ് ജയാനന്ദനെ വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുകയും തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ജയാനന്ദൻ എല്ലാ കുറ്റവും ഏറ്റുപറയുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഇപ്പോൾ ജയാനന്ദൻ എന്തായാലും അനുഭവിക്കേണ്ടത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇപ്പോൾ 2 ദിവസമായി പുറം ലോകത്താണെങ്കിലും ഞാൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പുറം ലോകവും ജയിലും തമ്മിൽ എനിക്കിപ്പോൾ 2ആയി കാണാൻ കഴിയുന്നില്ല, ഒന്നായി തന്നെ കാണേണ്ടി വരുന്നു. കാരണം ഇത്ര നാളും ഞാൻ ജയിൽവാസിയായിരുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് എല്ലാം സ്ഥലങ്ങളും ജയിലായി തന്നെ തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പലവട്ടം അദ്ദേഹം സങ്കടപ്പെട്ട് കണ്ണീരടക്കാൻ കഴിയാത്ത ഒരു സീൻ നമുക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞു, ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ കാണാൻ കഴിഞ്ഞു. എന്തായാലും റിപ്പർ ജയാനന്ദനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്നുള്ളതാണ് A+ ട്യൂബ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ചെയ്യുന്നത്. തുടർന്നും ചില ആളുകളെ ഇതുപോലെ ക്രിമിനൽ സംഭവങ്ങളുടെ പേരിൽ പോലീസ് കസ്റ്റഡിയിലായ ആളുകളെയും ചില കുറ്റങ്ങളെയും ചില ഇൻസിഡൻറ്റുകളെയും
തീർച്ചയായും A+ ട്യൂബ് ചാനലിൽ കൊണ്ടുവരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.